ഈശോയിൽ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ രണ്ട് വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഒരു കാരണവശാലും നമ്മൾ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പരിശ്രമിക്കരുത്. ഒരു കാരണവശാലും നമ്മൾ രണ്ട് വഞ്ചിയിൽ കാലുവെക്കാൻ നോക്കരുത്. അതൊന്നും നമുക്ക് ഗുണമാകുന്ന കാര്യങ്ങളല്ല. നമുക്ക് പകരം ഒരുപാട് നഷ്ടം വരുത്തുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, യോവാഷ് അവനെ പ്രത്യേകമാം വിധം ഒളിപ്പിച്ചു വെച്ച് അവസാനം രാജാവാക്കിയതാണ്. അങ്ങനെയെല്ലാം ദൈവം പരിപാലിച്ച് മുമ്പോട്ട് നയിച്ചതാണ്. അവൻ തന്നെ അനുവാദം കൊടുത്തു, അവൻ്റെ മുൻഗാമികളായിട്ടുള്ളവരെല്ലാം തച്ചുടച്ച വിഗ്രഹങ്ങൾ വീണ്ടും പ്രതിഷ്ഠിച്ച് അവയെ ആരാധിക്കാൻ. കാരണം യൂദ, ജെറൂസലേം എന്നീ സ്ഥലങ്ങളിൽ നിന്നും പ്രമാണിമാർ വന്നു, രാജാവിന് മുഖം കാണിച്ചു, എന്നിട്ട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അവരെ മാനിച്ചുകൊണ്ട് ദൈവത്തെ മറന്നു. ഇവരെ മനുഷ്യരെ മാനിക്കാൻ വേണ്ടി ദൈവത്തെ മറന്നു. അങ്ങനെയുള്ളവർക്ക് വചനം നൽകുന്ന ഒരു ശീർഷകം ഇതറിയണമെങ്കിൽ 1 രാജാക്കന്മാർ 21:25 വായിച്ചാൽ മതി. ആഹാബ് രാജാവിൻ്റെ മുഖത്ത് നോക്കി ദൈവം പറഞ്ഞ, പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ നിന്നെ തന്നെ വിറ്റവനായി. എന്തായിരുന്നു കാരണം? നീ നിന്റെ ഭാര്യയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. അതാരെ പ്രീതിപ്പെടുത്താനാണേലും ദൈവത്തിന് അനിഷ്ടമായൊരു കാര്യം ചെയ്യുമ്പോൾ മനുഷ്യരെ മാനിച്ചുകൊണ്ട് ദൈവത്തെ മറക്കുന്ന ഒരവസ്ഥയാണ്. ഗലാത്യർ 1:10 വായിച്ചാൽ പൗലോസ് പറയുന്നുണ്ട്, വിശുദ്ധനായൊരു വ്യക്തി, വിവേകമുള്ള ഒരു വ്യക്തി, ആ മനുഷ്യൻ പറയാണ്, ഞാൻ ഇന്നും മനുഷ്യരെ മാനിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷകൻ ആകില്ലായിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകനാകണോ? അങ്ങനെയുള്ളവര് മനുഷ്യരെക്കാൾ ദൈവത്തെ മാനിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4, 5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 2 അധ്യായങ്ങളിലും പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങളെയാണോ അതോ ദൈവത്തെയാണോ? ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും. അതാ 4:19 മുതലും 5:29 മുതലൊക്കെ വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാതലായ സന്ദേശം അത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ 3 വലിയ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, വിഗ്രഹാരാധന പോലുള്ള 1-ാം കൽപ്പനയുടെ ലംഘനം. അതാണ് അവർ ചെയ്തത്, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയി. രണ്ടാമത്തെ കാര്യം, ഈ തെറ്റ് ചെയ്തിട്ട് അവർ അനുദപിച്ചില്ല. നമ്മൾ പശ്ചാത്തപിക്കുന്നെങ്കിൽ തിരിച്ചു വരാനുള്ള അവസരം കർത്താവ് തരുന്നു എന്നുള്ളത് വചനം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ സ്വയം പ്രേരിതമായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ആരെങ്കിലൊക്കെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളത് കേൾക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ പാപത്തിൽ തുടരാനായിട്ട് ദൃഢനിശ്ചയമുള്ളവരായി മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, പ്രവാചകന്മാരെ കർത്താവ് അയച്ചു. അവർ വന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ കാണിച്ചത് ശരിയല്ല എന്നുള്ളത് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ദൈവത്തെ പരിത്യജിച്ചു, അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ പരിത്യജിച്ചു. അത് കേൾക്കാൻ അത്ര രസമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഖറിയ പ്രവാചകനെ അവർ ദേവാലയങ്കണത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു രംഗം കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുകയാണ്, ഈ ഒരു പാപത്തിന് അനുമതി നൽകിയ, ഈ വിഗ്രഹാരാധനയ്ക്ക് അനുമതി നൽകിയ യോവാഷിന് എന്നെ പറ്റി? അവനെതിരെ ശത്രുക്കൾ വന്നു, അവനെ പിടിച്ച് മാരകമായി മുറിവേൽപ്പിച്ചു. അതുപോരാഞ്ഞിട്ട് അവർ ഗൂഢാലോചന നടത്തി പോയി അവനെ വധിക്കുന്നതായിട്ട് ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങളാണ്. 1-ാം കൽപ്പനയുടെ ലംഘനം, എന്നിട്ട് അതേക്കുറിച്ച് അനുദപിക്കാതിരിക്കുന്നത്. ഇനി അത് ചൂണ്ടിക്കാണിച്ച് തന്നാൽ പോലും അത് മൈൻഡ് ചെയ്യാതെ കണ്ട് നമ്മൾ നമ്മുടെ പാപത്തിൽ തുടരുന്നത് ഗൗരവമുള്ള കാര്യമാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും പറ്റത്തില്ല. 2 വള്ളത്തെ കാലുവെക്കുന്നതിന് തുല്യം. ഏലിയാ പ്രവാചകൻ അതിനെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചത്. അതാ 1 രാജാക്കന്മാർ 18:21 വായിക്കുമ്പോൾ അതിൻ്റെ കാതലായ സന്ദേശം അതാണ്. നിങ്ങൾ എത്ര നാളിങ്ങനെ 2 വഞ്ചിയിൽ കാലുവയ്ക്കും? നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനാണെങ്കിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ഒരു സാമട്ടി ദൈവത്തെ സ്നേഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ദൈവത്തെ സ്നേഹിക്കും, ഒപ്പം നമ്മൾ
വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങളും അതിലും നമ്മൾ താല്പര്യം കാണിക്കും. അത് ശരിയല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒരു കാര്യം ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ അത് വേർതിരിച്ച് കാണാൻ പഠിക്കണം. ചോദിച്ച് മേടിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് 1 കൊരിന്ത്യർ 14 അധ്യായം വായിക്കുമ്പോൾ ആദ്യ വചനങ്ങളിൽ കാണാൻ പറ്റും. ആത്മീയ ദാനങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരുന്നു. ചോദിച്ച് വാങ്ങിക്കുക. ഇനി ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവരാജ്യം ചോദിച്ച് വാങ്ങിക്കുക. അതിൻ്റെ കൂടെ വരുന്നതാണ് മറ്റു കാര്യങ്ങളൊക്കെ. വന്നോളും. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ലക്ഷ്യം വെച്ച് ജീവിച്ചോ, ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും. ഓരോ ദിവസവും വേണ്ട ഭക്ഷണത്തിൻ്റെ കാര്യം, വസ്ത്രത്തിൻ്റെ കാര്യം കർത്താവ് അത് കൂട്ടിച്ചേർത്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിച്ചിരിക്കും. നമ്മുടെ ശ്രദ്ധ അതിലാകരുത്. കാരണം വസ്ത്രത്തെക്കാൾ ശരീരത്തിന് വിലയുണ്ട്. അതുപോലെ തന്നെ ഈ ജീവന്, ശരീരത്തെക്കാൾ ജീവന് വിലയുണ്ട്. ആത്മാവിന് ശരീരത്തെക്കാളും മനസ്സിനേക്കാളും വിലയുണ്ട്. വില കൽപ്പിക്കേണ്ടതിന് വില കൽപ്പിക്കാൻ നമ്മൾ പഠിക്കണം. അതിനു വേണ്ട ജ്ഞാനവും വിവേകവും ലഭിക്കുവാനാണ് ഓരോ ദിവസവും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹിച്ച് നമുക്ക് ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം.